ദൈവജനമേ, അചഞ്ചലവും അളവറ്റതും അവസാനിക്കാത്തതും വ്യവസ്ഥകളില്ലാത്തതുമായ ദൈവസ്നേഹത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മുടെ ഹൃദയം ആനന്ദം കൊണ്ട് നിറയേണ്ടതാണ്. ഈ സ്നേഹം ലൗകികമായ എല്ലാ സ്നേഹബന്ധങ്ങളെക്കാളും ഉന്നതവും അതിപരിശുദ്ധവുമാണ്. നാം പാപികളായിരിക്കുമ്പോൾ തന്നെ ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചു എന്നതിലൂടെ തന്നോടുള്ള ദൈവത്തിൻ്റെ സ്നേഹം പ്രകടമാകുന്നു എന്ന് റോമ 5:8 നാം വായിക്കുന്നു. ഈ സ്നേഹം ഒരിക്കലും നമ്മെ വിട്ടുപിരിയാത്ത, വിട്ടുപോകാത്ത പാറ പോലെ ഉറച്ചതാണ്. നമ്മുടെ പാപങ്ങളാണ് നമ്മെ ദൈവത്തിൽ നിന്ന് അകന്നു പോകാൻ കാരണമാകുന്നത്. നാമായിട്ടാണ് അകന്നു പോകുന്നത് എന്ന് തിരിച്ചറിയണം. ധൂർത്ത പുത്രർ ഇറങ്ങിപ്പോകുന്നത് പോലെ. ദൈവസ്നേഹം അത് മനുഷ്യൻ്റെ ബുദ്ധിക്ക് പൂർണ്ണമായി മനസ്സിലാക്കാൻ കഴിയാത്തത്ര ആഴമേറിയതും അളവറ്റതുമാണ്. പലപ്പോഴും കർത്താവ് എനിക്ക് വേണ്ടി മരിച്ചു, ഇപ്പോൾ ഞാൻ ജീവിച്ചിരിക്കുന്നു, കർത്താവിന് എന്നെക്കൊണ്ട് ഉദ്ദേശമുണ്ട്, കർത്താവിൻ്റെ ഉദ്ദേശം നിറവേറണം, അതിനെപ്പറ്റി ഞാൻ ചിന്തിക്കുമ്പോൾ എൻ്റെ കണ്ണുകൾ അറിയാണ്ട് നിറഞ്ഞു പോകാറുണ്ട്. എനിക്ക് കർത്താവിനെ ഒരു തുള്ളി സ്നേഹമെങ്കിലും എനിക്ക് കർത്താവിനെ തിരിച്ചു കൊടുക്കാൻ സാധിച്ചിരുന്നെങ്കിൽ എന്ന് ഞാൻ ഓരോ ദിവസവും അതിയായി ആഗ്രഹിക്കുന്നു. നമ്മുടെ കുറവുകളോ പരാജയങ്ങളോ ഈ സ്നേഹത്തെ, കർത്താവിൻ്റെ അനന്തമായ സ്നേഹത്തെ ഇല്ലാതാക്കുകയില്ല. അത് അവസാനമില്ലാത്തതും നിരുപാധികവുമാണ്. ടോട്ടലി അൺകണ്ടീഷണൽ. ഈ സ്നേഹം നമ്മെ ഓരോരുത്തരെയും പേരെടുത്ത് വിളിച്ച് ചേർത്ത് പിടിക്കുന്നു. നീ എൻ്റെ മകനാണ്, നീ എൻ്റെ പൊന്നുമോളാണ്, നീ ജനിക്കുന്നതിന് മുമ്പ് നിൻ്റെ പേര് എൻ്റെ ഉള്ളം കയ്യിൽ രേഖപ്പെടുത്തി എന്ന് പറയുന്ന സ്നേഹം എത്ര മനോഹരമാണത്. കർത്താവായ യേശുവിൻ്റെ കുരിശുമരണം ഈ സ്നേഹത്തിൻ്റെ പരമപ്രകടനമാണ്. എന്നാൽ ലോകത്തെ ഇത്രയധികം സ്നേഹിച്ചതുകൊണ്ടാണ് ദൈവം തൻ്റെ ഏകജാതനെ നമുക്കായി നൽകിയത്. യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായം 16-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, നമ്മൾക്ക് കഴിയുമോ നമ്മളുടെ കുഞ്ഞുങ്ങളെ ബലികൊടുക്കാൻ വേറൊരാൾക്ക് വേണ്ടി? സാധിക്കുമോ? ദൈവസ്നേഹം നാം അർഹിക്കുന്നത് കൊണ്ടല്ല, മറിച്ച് ദൈവത്തിൻ്റെ കാരുണ്യവും കൃപയും അത്ര വലുതായതുകൊണ്ടാണ് നമുക്ക് ലഭിക്കുന്നത്. ഈ സ്നേഹത്തിൽ പൂർണ്ണമായി ശരണപ്പെടാനും ആ സ്നേഹം മറ്റുള്ളവരിലേക്ക് പകരാനും നാം ബാധ്യസ്ഥരാണ്. നമുക്കതിന് സാധിക്കണം. ദൈവത്തിൻ്റെ ഈ അനന്തമായ സ്നേഹം നമ്മളുടെ ജീവിതത്തിൽ എപ്പോഴും ഒരു വിളക്കായി പ്രകാശിക്കുമ്പോൾ മറ്റുള്ളവരുടെ അന്ധകാരമുള്ള ജീവിതത്തിലേക്ക് നമുക്ക് കർത്താവിൻ്റെ പ്രകാശമായി നമ്മളെ തന്നെ വിളക്കുകളായി മാറ്റാൻ സാധിക്കും. കർത്താവിനെ ഒരു തുള്ളിയേലും തിരിച്ച് സ്നേഹിക്കാൻ നമുക്ക് ശ്രമിക്കാം. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ.